തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളില്ലെന്നും ഉപകരണങ്ങൾ വാങ്ങിക്കാൻ സർക്കാർ കാശ് തരുന്നില്ലെന്നും പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ ആരെങ്കിലും അല്ല. അവിടുത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ തന്നെയാണ്. അദ്ദേഹം ഈ ഉപകരണങ്ങൾക്ക് പണം തേടി അല്ലെങ്കിൽ പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേലാക്കന്മാരുടെ മുമ്പിൽ നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഏറ്റവും അവസാനം മന്ത്രിയുടെ PS-ന്റെ അടുത്ത് വരെ പോയി പരാതി പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ, കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്, ആ പയ്യന്റെ ശസ്ത്രക്രിയ പോലും അടിയന്തര സ്വഭാവമുള്ള പ്രാധാന്യമുള്ള ആ ശസ്ത്രക്രിയ പോലും മുടങ്ങി എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മുടങ്ങുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ബന്ധു CPM-ന്റെ ഒരു നേതാവാണ്. പിന്നെ ഈ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടു അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിൻവലിച്ചെങ്കിലും അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞത് 100% ശരിയാണ്, പറഞ്ഞതിന് തെളിവ് തരാൻ തയ്യാറാണ്, എനിക്ക് ഉത്തരവാദിത്വം രോഗികളോടാണ് എന്ന് അദ്ദേഹം വീണ്ടും നിരവധി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് പിൻവലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതിൽ അടിയുറച്ചു നിൽക്കുകയാണ്. യൂറോളജി വിഭാഗം തലവൻ ഹാരിസ് ഹസൻ ചിറയ്ക്കലാണ് വളരെ പരസ്യമായിട്ട് മെഡിക്കൽ കോളേജിലെ പോരായ്മകളെ കുറിച്ച്, ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് പോലും ആവശ്യമായ സംവിധാനങ്ങളില്ലാത്ത അവസ്ഥയെപ്പറ്റി പരസ്യമായിട്ട് പറഞ്ഞത്. ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നേരിയ അറിവെങ്കിലും ഉള്ള ആളുകൾക്ക് മെഡിക്കൽ കോളേജിലെ അവസ്ഥയൊക്കെ നന്നായിട്ട് അറിയാവുന്നതേ ഉള്ളൂ. അവിടെ ആധുനികമായ ഉപകരണങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഉപകരണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ആക്സസറീസ് അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങൾ ഇല്ല. ചിലപ്പോൾ അവിടെ വളരെ വിലപിടിച്ച ചികിത്സാ ഉപകരണങ്ങൾ വരാറുണ്ട്. അപ്പോഴെന്താ സംഭവിക്കുക? അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് നെട്ടും പൊട്ടും ഒക്കെ ഊരി എവിടെയെങ്കിലും കളയും. പിന്നീട് കാശിന് കൊള്ളാതാകും, പ്രവർത്തന രഹിതമാകും. അതെന്തിനു വേണ്ടിയാ? ഈ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിന്റെ പുറത്ത് ധാരാളം നവീന ലാബറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതുപോലെയുള്ള മികച്ച യന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിക്കണമല്ലോ, വെറുതെ വെച്ചേക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ ആ ലാബുകളിൽ ഇതുപോലെയുള്ള അത്യന്താധുനിക ഉപകരണങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ വാങ്ങിച്ച് സ്ഥലം മെനക്കെടുത്തുന്നത് എന്നാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ നട്ടും ബോൾട്ടും ഊരുന്ന ആളുകളുടെ മനോഭാവം, അല്ലെങ്കിൽ അതൊരു ക്രിയാത്മകമായ മനോഭാവമാണ്. നമുക്ക് സാധനം പുറത്തുണ്ട്, പിന്നെ എന്തിനാ മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്, സർക്കാരിന്റെ കാശ് എന്തിനാ ചെലവാക്കുന്നത്? അതാണ് അവരുടെ ചിന്ത. കുറ്റം പറയാനില്ല. അത് എത്രയോ കാലമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെ അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിൽ സർക്കാരിന്റെ ആശുപത്രികളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു പുരോഗമനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ അതിനകത്തുള്ളവർ തന്നെ അതിന് പണി കൊടുക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്തവണ ഇത് പറഞ്ഞത്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് വെറുതെക്കാരല്ല, സാധാരണ മനുഷ്യരല്ല, അല്ലെ അവിടെ ചികിത്സയ്ക്ക് വന്നവരല്ല. അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ചെറിയ അനക്കം ഉണ്ടായി, അതൊരു ചർച്ചാ വിഷയമൊക്കെയായി. വേറൊത്തിരി തിരക്കുകൾ സർക്കാരിനുണ്ടായിരുന്നു. അതായത് ഈ സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിന് ഈ സൂംബ ഡാൻസ് അവതരിപ്പിക്കുക. ഇനി സ്കൂളുകളിലൊക്കെ സൂംബ ഡാൻസാണ്. അത്യാവശ്യം ഇംഗ്ലീഷും മലയാളവും സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിച്ചിട്ട് ബാക്കി സൂംബ ഡാൻസാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളില്ല, അതിനുവേണ്ടിയുള്ള തർക്കങ്ങളില്ല. ചിലർ അത് ഏർക്കുന്നു. അപ്പൊ മന്ത്രി പറയുന്നു, നിങ്ങളാരും ഞങ്ങൾക്ക് ആജ്ഞ നൽകാനൊന്നും വരണ്ട, ആജ്ഞാപിക്കാൻ പോരണ്ട, ഇത് ഞങ്ങൾ നടത്തും എന്ന് പറയുന്നു. അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നു ഈ സൂംബ ഡാൻസിന്റെ. അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഒരു 2 കോടി രൂപയുണ്ട്. അത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. 2 കോടി രൂപ ലോക സമാധാനത്തിന്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ ആ യുദ്ധം തീർക്കുന്നതിന് വേണ്ടി അതിനുള്ള ശ്രമങ്ങൾക്ക് 2 കോടി രൂപ ചെലവഴിക്കാം എന്ന് കരുതിയിരുന്നതാണ്. നമ്മുടെ ബേബി സഖാവ് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ ഡൊണാൾഡ് ട്രംപിനൊക്കെ താക്കീത് കൊടുത്തു പലവട്ടം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് ട്രംപ് മൈൻഡ് ചെയ്തില്ലെന്നേ. അപ്പൊ നമുക്ക് ആ പണം ഉപയോഗിച്ച് അവിടെ സമാധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ്
ട്രംപ് തന്നെ ഇടപെട്ട് അവിടെ ഒരു വെടിനിർത്തലും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ അവിടം ക്ലീനായി. ഇറാൻ ഇസ്രായേൽ ആ മേഖല ക്ലീനായി. പിന്നീടുള്ളത് നമ്മുടെ ഉക്രൈൻ യുദ്ധമാണ്. യുക്രൈൻ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മുടെ റഷ്യ അല്ലയോ, അപ്പൊ അതിനെ നമുക്ക് യുദ്ധമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രതിരോധം അങ്ങനെ കാണാൻ പറ്റൂ. അങ്ങനെ മൊത്തത്തിൽ ലോകം വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി വന്നതുകൊണ്ട് പിന്നെ 2 കോടി രൂപ എങ്ങനെ ചെലവഴിക്കുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു 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 വിഷമത്തിലായിരുന്നു സർക്കാർ. അപ്പൊ പിന്നിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ആ പണം ഉപയോഗിച്ച് സാംസ്കാരിക കോൺഗ്രസ് നടത്താവുന്ന, ഈ ചരിത്ര കോൺഗ്രസ് ഒക്കെ CPM ഇടയ്ക്കിടയ്ക്ക് നടത്തുമല്ലോ, അതുപോലെ സാംസ്കാരിക കോൺഗ്രസ് സർക്കാരിന്റെ ചെലവില് ഈ 2 കോടി ഉപയോഗിച്ച് അങ്ങ് നടത്താം. അപ്പൊ ഈ സാംസ്കാരിക രംഗത്തെ ആരോഗ്യം, സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം, സൂംബ ഡാൻസ് അതൊക്കെ ആയി. പിന്നീട് സാംസ്കാരിക രംഗത്തൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് ഈ സാംസ്കാരിക കോൺഗ്രസ്. അപ്പം പറഞ്ഞു വന്നത് ഈ വക തിരക്കുകളിലായിരുന്നു. എങ്കിൽ പോലും ഈ ഹാരി സോസൻ ചിറക്കലിന്റെ ഈ വെളിപ്പെടുത്തൽ അത്യാവശ്യം ഒരു ബോംബ് വീണ പോലായിരുന്നു. ഇതിങ്ങനെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്തു, അതങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കിടിലോൽക്കിടിലൻ നിരീക്ഷണം നമ്മുടെ മന്ത്രിമാടത്തിൻ്റെതായിട്ട് വരുന്നത്. ഇതൊന്നും സർക്കാരിന്റെ കുറ്റമല്ല, മന്ത്രിയുടെ പ്രശ്നമല്ല, ആരോഗ്യ വകുപ്പില് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടല്ല, ഒന്നും പോരാഞ്ഞിട്ട് മന്ത്രിക്ക് വേണ്ടി ഭരണം നിർവഹിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രശ്നമല്ല, അവിടെ ആരുടെയും കുഴപ്പമില്ല. ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാ, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ മാഡം പറയുന്ന സിസ്റ്റം വാസ്തവത്തിൽ എന്തുവാ, എന്നാത്തിനെ കുറിച്ചാണ് ഈ സിസ്റ്റം എന്ന് മാഡം പറയുന്നത്? അതില് സർക്കാർ പെടുമോ? ആരോഗ്യ വകുപ്പ് അതിന്റെ ഭാഗമാണോ? ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന മന്ത്രിക്ക് ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും റോളുണ്ടോ? അതോ മന്ത്രിക്ക് വേണ്ടി ഭരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്താണ് ഇതിനകത്തുള്ള പങ്ക്? അപ്പൊ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാണ് ഇപ്പോഴത്തെ ചർച്ച. ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. സിസ്റ്റം നമ്മൾ ഇതുവരെ കരുതി വെച്ചിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആഭ്യന്തരമന്ത്രിയോടാണ്. അതുപോലെ തന്നെ വ്യവസായ രംഗത്താണെങ്കിലും മറ്റേ ഏതെങ്കിലും വനം വകുപ്പില് എന്തിന് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചാൽ പോലും നമ്മൾ ഉത്തരവാദിയായിട്ട് കാണുന്ന ആരെയാ? നമ്മുടെ ശശീന്ദ്രൻ മന്ത്രിയാ. അങ്ങനെ ആ വകുപ്പിന്റെ ചുമതലയുള്ളവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അവര് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ആൻസറബിൾ ആണല്ലോ. പക്ഷെ ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നം വരുമ്പോൾ എല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇതൊരു നല്ല വഴിയാ, ഒരു സൂത്രപ്പണി. ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ, അതൊരു സങ്കല്പമാണ്, അമൂർത്തമായ ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് സിസ്റ്റത്തിന്റെ തലയിലോട്ടെല്ലാം വെച്ചു കൊടുത്താൽ മതി. നാട്ടുകാരുടെ കല്ലേറ് സിസ്റ്റത്തിന് കൊണ്ടോളും എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ സിസ്റ്റം എന്ന് പറയുന്നത് അവർ രക്ഷപ്പെടുന്നതാരാ? ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളായ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണം ഇല്ലാത്തതിന്റെ കാരണക്കാര്, അതിന് ഉത്തരവാദികളായവര്, അവരങ്ങ് രക്ഷപ്പെടും. വകുപ്പ് രക്ഷപ്പെടും, സർക്കാർ രക്ഷപ്പെടും, മന്ത്രി രക്ഷപ്പെടും, പ്രൈവറ്റ് സെക്രട്ടറി രക്ഷപ്പെടും. അപ്പോ ഈ ഗംഭീരമായ നിരീക്ഷണം അതൊരു ഉഗ്രൻ തന്ത്രമാകട്ടോ. സർക്കാരിന് ഇതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ക്രമസമാധാന രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, പിന്നെ സർക്കാരിന്റെ സുഹൃത്ത് കഴിവുകേട്, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മൾ ഈ സിസ്റ്റത്തിന്റെ തലയിലോട്ട് വെച്ച് കെട്ടിയാൽ മതി. പിന്നെ സർക്കാർ രക്ഷപ്പെട്ടു, സർക്കാരിനെ നയിക്കുന്നവരും എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അങ്ങ് ഒഴിവാകും. എങ്ങനെയുണ്ട് മന്ത്രിമാടത്തിന്റെ ബുദ്ധി? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന് മുമ്പ് മന്ത്രിമാടം ഈ ഒരു നിരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പോ തോന്നുന്നു ചിലപ്പോൾ സ്വരാജ് സഖാവ് അങ്ങ് ജയിച്ചു പോയെന്നാ. പക്ഷേ ഈ പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടുകയല്ലോ. അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ തലയിലേക്ക് എല്ലാം അങ്ങോട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ മാഡം, ഇന്നത്തെ മാധ്യമങ്ങളിലെ പത്രങ്ങളിലൊക്കെ ഒന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ചികിത്സാ സംവിധാനം കുറെ കൂടെ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ 401.24 കോടി രൂപ വകയിരുത്തിയിരുന്നു. നിയമസഭയിലൊക്കെ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഭരണപക്ഷം നടത്തിയ പ്രസംഗങ്ങള് ഇപ്പോഴും നമ്മൾ ഓർക്കുകയാ. സഹാക്കള് കേരളം മുഴുവൻ പാടി നടന്നു, നമ്മുടെ ആരോഗ്യരംഗം ലോകോത്തരമാകാൻ പോകുന്നു, 401 കോടി രൂപയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തുവാ സംഭവിച്ചത്? അവസാനം ഖജനാവിൽ കാശില്ലാതെ വന്നപ്പോഴ് 106.89 കോടി രൂപ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാല് മാരകമായ കടുംവെട്ടാണ് നടത്തിയത്.
കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാക്കി കിട്ടിയത് എത്രയാണെന്ന് അറിയാമോ? 234.35 കോടി രൂപ. ഇത് തന്നെ ജില്ലാ ആശുപത്രികൾക്കും ജനറൽ ആശുപത്രികൾക്കും സംഭവിച്ചു. അലോട്ട് ചെയ്തിരുന്നത് 152.13 കോടി രൂപ. പക്ഷെ ചെലവഴിക്കാൻ കിട്ടിയതോ 90 കോടി രൂപ. ഇതിപ്പോ നമുക്ക് ധനകാര്യമന്ത്രി ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. വലിയ ചെലവാന്നേ, പാഴ്ചെലവുകള്. അതിനൊക്കെ നമുക്ക് പൈസ വേണ്ടേ? ഒരു ഭാഗത്ത് നവോത്ഥാന യാത്ര നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും പരിവാരങ്ങളും ആഡംബര വാഹനത്തിൽ കയറി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അശ്വമേധം നടത്തുന്നു. പിന്നെ നവകേരള യാത്ര. അതും പോരാഞ്ഞിട്ട് ഈ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കണ്ടേ? നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരെ അറിയിക്കണ്ടേ? എങ്കിലല്ലേ പിണറായി സർക്കാരിന് 3ാം തവണയും അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അതിന് ചെലവഴിച്ച കണക്കില്ലാത്ത കോടികള് അതിന്റെ പരസ്യത്തിന്, പത്രത്തിൽ പരസ്യം കൊടുക്കാൻ, പിന്നെ പുറത്തുള്ള പരസ്യങ്ങൾക്ക്. സർക്കാരിൽ PRD ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നടത്തുന്നത് ചില PR ഏജൻസികളാ. അവന്മാര് ചോദിക്കുന്ന കാശ് കൊടുക്കണം, എങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഫ്ലെക്സുകള്, ബോർഡുകള്, പരസ്യങ്ങള്, അതിനുവേണ്ടി ചെലവഴിച്ച ശതകോടികള്. അപ്പൊ ഇതിനിടയ്ക്ക് ഇതുപോലുള്ള അത്യാവശ്യ ചെലവുകൾ നടക്കുമ്പോൾ ഈ ആരോഗ്യ രംഗത്ത് മുടക്കാൻ പൈസ എവിടെയാ? അവിടെ ഉപകരണങ്ങൾ വാങ്ങാൻ കാശ് എവിടാ? അല്ലെങ്കിൽ അതിനെന്താ ഇത്ര വലിയ അത്യാവശ്യം? ആളുകളുടെ ചികിത്സയും അവരുടെ ആരോഗ്യവും എന്നൊക്കെ പറയുന്നത് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ, പ്രയോറിറ്റി ഉള്ളതല്ല. അതിനൊന്നും മുൻഗണനയില്ലെന്ന്. മുൻഗണന നമുക്ക് മറ്റതാണ്. ഏത്? നവകേരള യാത്ര, അല്ലെങ്കിൽ നവോത്ഥാന യാത്ര, 4ാം വാർഷികം. അതിനൊക്കെ വേണ്ടി കാശ് ചെലവാക്കി. പിന്നെ വെട്ടുകല്ലാതെ എന്ത് ചെയ്യും? കടും വെട്ടുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ വെട്ടി. അല്ല മാഡം, പക്ഷെ ഈ കടും വെട്ടുകള് ഇത് ആരുടെ കുറ്റമാ? സിസ്റ്റത്തിന്റെ കുറ്റമാണോ? അതോ ഗവൺമെന്റിന്റെ ആണോ? വകുപ്പിന്റെ ആണോ? ധനകാര്യ വകുപ്പിന്റെ ആണോ? മന്ത്രിയുടെ ആണോ? ഇതാരുടെ കുറ്റമാ? നമുക്ക് അനുവദിച്ച പണം, ചികിത്സാ ചെലവുകൾ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അലോട്ട് ചെയ്ത പണം ബജറ്റിൽ അതെവിടെ പോയി? എന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഏതൊരു സിസ്റ്റത്തിനാ? ഇപ്പൊ കേൾക്കുന്ന ഏറ്റവും നാണം കെട്ട ഒരു കാര്യം, മെഡിക്കൽ കോളേജുകളില് ഉപകരണങ്ങള് രോഗികൾ കാശ് വാങ്ങിച്ചു കൊടുത്താല് ശസ്ത്രക്രിയ നടത്തുമെന്ന്. നമ്മൾ കൊടുക്കണം. ചികിത്സിക്കാൻ ചെല്ലുന്നവര് ഉപകരണങ്ങൾ, ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഉപകരണങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി കൊടുക്കണം. അതിന് എല്ലാ വാർഡുകളിലും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കുന്ന ആളുകളുടെ, കച്ചവടക്കാരുടെ, ഉപകരണങ്ങൾ നൽകുന്ന ഏജൻസികളുടെ ടെലിഫോൺ നമ്പർ അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. അത് കണ്ട് നമ്മള് അവരെ വിളിച്ച് അവർ ഉപകരണങ്ങൾ നൽകും. അതുപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തും. ചിലപ്പോൾ ഒരു രോഗിയെ കൊണ്ട് മാത്രം ഇത് വാങ്ങാൻ പറ്റത്തില്ല. പാവത്തുകളല്ലയോ അവിടെ വരുന്നത്. അല്ലാതെ പണമുള്ളവര് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലാണല്ലോ പോകുന്നത്, അല്ല മെഡിക്കൽ കോളേജ് അല്ലല്ലോ. അപ്പൊ ഈ പാവത്തുങ്ങൾ 2ഓ 3ഓ രോഗികൾ ചേർന്നിട്ട് പണം പൂൾ ചെയ്ത് അല്ലെങ്കിൽ വീതമിട്ട് ഈ ഉപകരണങ്ങൾ വാങ്ങും. എന്നിട്ട് ശസ്ത്രക്രിയ നടത്തും. എന്തോ ഒരു അപമാനകരമായ കാര്യമാണ്. കേരളം പുരോഗമിച്ചു, വളർന്നു, വികസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വരുന്ന പാവപ്പെട്ട രോഗികൾ, അവരുടെ ബന്ധുക്കള് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്ത് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഭൂഷണമാണോ? എന്തൊരു നാണം കേടാ. വാസ്തവത്തിൽ ഇത് അഴിമതിയല്ലേ? അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? ഈ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഏജന്റന്മാര് വാർഡുകൾ തോറും കയറി കിടക്കുക. അവരാ തീരുമാനിക്കുന്നത് എപ്പോഴാണ് ശസ്ത്രക്രിയ നടത്തേണ്ടതെന്ന്. ഇതിപ്പോ ഒരു അപമാനം, നാണക്കേട് എന്താ ഉള്ളത്? എന്നിട്ട് സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇതൊക്കെ ഏത് സിസ്റ്റത്തിന്റെ തകരാറാണ്? ഈ സിസ്റ്റം നന്നാക്കുന്നതിനെ കഴിഞ്ഞ 4.5 കൊല്ലം നിങ്ങൾ എന്താണ് ചെയ്തത്? അത് ഈ ഹാരിസ് ഹസൻ പറഞ്ഞപ്പോഴേ അതിനെ ഈ മേലാക്കന്മാര് വെല്ലുവിളിച്ചു, അതിനെയൊക്കെ ചോദ്യം ചെയ്തു, ശരിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തെളിവ് തരാമെന്ന. വാർഡ് തോറും നമ്പർ എഴുതി വെച്ചിരിക്കുക. നമ്പർ എഴുതി വെക്കുന്ന ആരാ? ഈ ഏനമാരും ഒട്ടിച്ചു വെക്കുന്നല്ലോ, ഈ ബന്ധപ്പെട്ട അധികൃതർ തന്നെ ചെയ്യുന്നല്ലേ. തെളിവ് തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇതിൽ പരം ഒരു അപമാനം ഒരു സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ഇനി എന്താ സംഭവിക്കാനുള്ളത്? അപ്പോഴും പറയും സിസ്റ്റത്തിന്റെ തകരാറ്. ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ മൂക്ക് ചെത്തിക്കളയെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞതാ. അതായത് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു, വകുപ്പിന് ഭയങ്കര നാണക്കേടായി പോയെന്ന്. അദ്ദേഹത്തിന്റെ ഈ ഡോക്ടറുടെ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വകുപ്പിന് ഭയങ്കര നാണക്കേടായി പോയെന്ന്. ശരിയാ ഡോക്ടറെ, മഹാനാണക്കേടായി പോയി. സത്യങ്ങൾ പുറത്തു വന്നത് അങ്ങേയറ്റം ലജ്ജാകരമായി പോയി. എന്താ സംശയം? ഈ വാർഡുകളിലെ പാവപ്പെട്ട രോഗികള് അവരുടെ കയ്യിലുള്ള പണം കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്, ആ നാണക്കേട് പുറത്തു വന്നത് അങ്ങേയറ്റത്തെ നാണക്കേടായി പോയി. എന്താ സംശയം? പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഡോക്ടർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുക്കണോ എന്ന് തീരുമാനിക്കുമെന്ന്. നിങ്ങളൊന്ന് എടുക്ക്.
അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ നടപടിയെടുക്കുന്നേ, നിങ്ങളുടെ കയ്യിലാണ് അധികാരവും ഒക്കെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി മാഡം പെട്ടെന്ന് നിലപാട് മാറ്റി. വളരെ സത്യസന്ധനായ ഡോക്ടറാണ്, തന്റെ മുമ്പിൽ വരുന്ന രോഗികളെ പ്രിയപ്പെട്ടവരായിട്ട് കാണുന്ന ആളാണ്, കഠിനാധ്വാനിയാണ് എന്നൊക്കെ ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ പണി കൊടുക്കുന്നതിന്റെ ഒരു തുടക്കമാണോ അതിന്റെ ആരംഭമാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണെന്ന. ഇങ്ങനെ 5, 10, 100 ഡോക്ടർമാര് മെഡിക്കൽ കോളേജുകളിലും സർക്കാർ സംവിധാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ചികിത്സാ രംഗം വലിയ തോതിൽ മാറുമായിരുന്നു. ഇതൊരു ആരോഗ്യവകുപ്പിൽ എന്ത് പ്രശ്നം വന്നാലും മന്ത്രിമാടം പറയും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്, താഴേന്നേ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതായിട്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്നൊരു പ്രഖ്യാപനം. മാഡം എത്ര റിപ്പോർട്ടുകൾ കിട്ടി, എത്ര അന്വേഷണം നടത്തി, എന്തെങ്കിലും മാറ്റമുണ്ടായോ? മാഡം വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് ദുഃഖത്തോടു കൂടി പറയുക, ഇത് നടത്തിക്കൊണ്ട് വയ്യെങ്കിൽ വെച്ചിട്ട് പോണം, അതാ നല്ലത്.